കുട്ടികളുടെ കാര്യല്ലേ, നമ്മൾ എന്താ പറയാ, അതൊക്കെ പേരൻസ് നോക്കണ്ടേ? അത് ശരിയാ, ശ്രദ്ധിക്കണ്ടേ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. എന്നെ ഓർമ്മയില്ലേ? നിങ്ങളെ മറക്കില്ല. നിങ്ങളല്ലേ സമീരൊക്കെ സുഖില്ല നാട്ടിൽ പോയെന്ന് നുണ പറഞ്ഞത്? അത് അവരറിയാതെ വേറെ ആരോ പറഞ്ഞു കേട്ടതാ, അല്ലേ ടീച്ചർ? അല്ല, ഇവര് മനഃപൂർവ്വം പറഞ്ഞതാ. ഒരു കളരക്ഷുണ്ട് അവരുടെ മുഖത്ത്, അസൂയയും കുശുമ്പും. ജീവൻ പ്ലീസ്, ഇങ്ങനെ സംസാരിക്കാവോ ഒരു സ്ത്രീയോട്? എന്താ ഒരു മടി? ഇവരോടൊപ്പം പോണമെന്നുണ്ടോ? സമീര പോയിക്കോളൂ, ഞാൻ നടന്നു വരാം. സോറി. ഓ, ഇറ്റ്സ് ഓൾ റൈറ്റ്. സ്കൂളായി, നിർത്തൂ. ജീവൻ പ്ലീസ്, ഞാൻ ലേറ്റ് ആവും സ്കൂളില്. ജീവൻ, ഇത് എങ്ങോട്ടാ പോകുന്ന? ഈശ്വര, നിർത്ത്. സമീര, എന്താ പേടിച്ചു പോയോ? എനിക്കെന്തോ ഒരു ദേഷ്യം തോന്നി. ആ പോത്തിനെ കണ്ടിട്ടാവും മേഴ്സിയെ. സമീര, സമീര പ്ലീസ്, എന്നോട് പിണങ്ങരുത്. സമീര ഒന്ന് ശരിക്ക് കാണാൻ പോലും പറ്റാതെ എത്ര ദിവസമായി ഞാൻ. ഈ പള്ളിയില് സമീര ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? മാഹിയില് മാതാവിന്റെ പള്ളിയില് നമ്മൾ ഒരുമിച്ച് പോകാറുള്ളത് ഓർമ്മയില്ലേ? നമുക്ക് ഈ പള്ളിക്കരി ഒന്ന് പ്രാർത്ഥിക്കാം. വാ. ജീവൻ, ജീവൻ, അതൊരു ഞായറാഴ്ച കുർബാനയ്ക്ക് വരാം. ഇന്ന് വേണ്ട പ്ലീസ്. ശരി, നമുക്കൊരുമിച്ച് കുർബാന കൊള്ളണം. ഇന്ന് നമുക്ക് നമ്മുടെ പുതിയ വീട്ടിലേക്ക് പോവാം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോയി ലഞ്ച് നമുക്കവിടെ ഉണ്ടായി കഴിക്കാം. അടുക്കള ഉദ്ഘാടനം ചെയ്യാൻ ഇന്ന് നല്ല ദിവസമാണെന്ന് ചേട്ടത്തി പറഞ്ഞു. ഇന്ന് ലീവ് എടുക്കാൻ പറ്റില്ല, നമുക്ക് പിന്നെ പോയാ പോരെ? എല്ലാം പിന്നെ. സമീര, എന്നൊരു ഇത്തിരിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. അടുത്ത ആഴ്ച മെഡിക്കൽ കോളേജ് ജോയിൻ ചെയ്യണമെന്ന് ജോസേട്ടൻ പറഞ്ഞു. അതിനു മുമ്പ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, കുറെ ആഗ്രഹങ്ങളുണ്ട്. ഈ പള്ളിയിലാ എന്റെ മമ്മി അടക്കിയത്. മമ്മിയുടെ കുഴിമാടം വരെ ഒന്ന് പോണം. സമീരയെ പരിചയപ്പെടുത്തണ്ടേ എന്റെ മമ്മിക്ക്? കറുത്താണെന്ന് പറഞ്ഞ് എല്ലാരും എന്നെ കളിയാക്കുമ്പോ മമ്മി ആശ്വസിപ്പിക്കും. എന്റെ മോന് ഒരു വെളുവെളുത്ത സുന്ദരി പെണ്ണിനെ കിട്ടും. മമ്മിക്ക് വലിയ സന്തോഷവും സമീരയെ കാണുമ്പോ. അത് നമുക്ക് ഞായറാഴ്ച. ഇന്ന് എനിക്ക് സ്കൂളിൽ പോകാതെ പറ്റില്ല. സമീര, ഒരു 5 മിനിറ്റ് പോരെ? എനിക്ക് പോണം. സോറി സമീര പ്ലീസ്. എന്താ ഇത്? എന്നെ വിട്. ഞാൻ കൊണ്ടുവന്നാക്കാം. വേണ്ട. ജീവേട്ടാ, ജീവേട്ടാ, ജീവേട്ടനില്ല ഇവിടെ. ആ, ഇതെന്താ ഇരട്ടത്ത് വന്നിരുന്ന് കളിക്കണേ? എന്നെ ഇരുട്ടിൽ പെടുത്തുകയല്ലേ എല്ലാരും കൂടി? എന്താ ജീവേട്ടാ? ഹായ്, മഞ്ചാടിക്കുരു വളപ്പൊട്ടും. ജീവേട്ട സമീരെ കണ്ട? നീ കാണുന്നുണ്ടല്ലോ. ഞാൻ കണ്ടിട്ട് കുറെ നാളായി. നമുക്കൊരു ബോർഡ് കളിക്കാം. എന്താ ചിരിക്കണേ? നീ കളിക്ക്. ഞാനൊരു കാര്യം പറഞ്ഞ ജീവേട്ടന് ദേഷ്യം തോന്നരുത്. ജീവേട്ടനും സമീരയും തമ്മില് ഒരു ചേർച്ചയില്ല. കറുത്തുപോയല്ലേ രാവും പകലും പോലെ? ശരിയാ, രാവും പകലും. രാവ് വരുമ്പോ മറഞ്ഞു കളയും പകല്.
പക്ഷെ രാവില്ലെങ്കിൽ പകലില്ല, പകലില്ലെങ്കിൽ രാവുമില്ല. മുറിച്ച് മാറ്റാൻ പറ്റില്ല, വേർപെടുത്താനും പറ്റില്ല. രാവും പകലോ? ഓ, നിറത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, സ്വഭാവത്തിന്റെ. അവള് നമ്മൾ വിവരിക്കണ പോലെയൊന്നുമല്ല. മഹാ ചീത്തയെന്നാ കേക്കണേ. മാഹിന്ന് എന്റെ ഒരു ചങ്ങാതി വന്നപ്പോ പറയാ, കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ നല്ല പേരായിരുന്നു അത്രേ. നമുക്ക് അവളുമായിട്ട് ഒരടുപ്പവും വേണ്ട. മനസ്സിലാവുന്നുണ്ട്. എനിക്കിപ്പോ അവളെ കണ്ണിനെടുത്ത് കണ്ടൂടാ. അന്ന് പാർട്ടിയില് എന്തായിരുന്നു കുളഞ്ഞാട്ടം. അവളുടെ തള്ളയുടെ ചരിത്രമൊക്കെ അറിയാലോ. ഒരു ഇൻഡോ ഫ്രഞ്ചുകാരനുമായിട്ട് പ്രേമിച്ചുണ്ടായതാ. എന്നിട്ട് അയാളുടെ പാട്ടിന് ഇട്ടിട്ട് പോയി. വിത്ത് ഗുണം കാണിക്കാണ്ടിരിക്കോ? തനി പിഴയാ, ശാപം. സഹിക്കില്ല, ഞാൻ സഹിക്കില്ല. ജീവേട്ട, അവള് ജീവന്റെ ചൊൽപ്പടിക്ക് നിക്കില്ല. അവള് പോവും. എന്നെ വിട്ടു പോകുമോ? ഇല്ല, സാധിക്കില്ല. ഈ മനസ്സ് ശരീരം വിട്ടു പോകാൻ പറ്റുമോ? ജീവേട്ട എന്തേ കാണിക്കണേ? കണ്ടോ, ഇതിലുണ്ടവൾ, ശ്വസിക്കുന്നതിലുണ്ട്. കണ്ണടച്ച കാണുന്ന സമീര, കേൾക്കുന്ന ആ സ്വര, അതാർക്കും ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. മനസ്സിലായിക്കോ? നീയൊക്കെ ശരിക്കും മനസ്സിലായിക്കോ? വേദനിപ്പിച്ചു, ഞാൻ വല്ലാതെ വേദനിപ്പിച്ചു. കുലീനങ്ങളെ, കുലീനങ്ങളെ, ദേ ഞാനാ. ഞാൻ വിചാരിച്ചു നീയാണെന്ന്. അയ്യോ, കുലീനങ്ങളൊന്ന് വേഗം എണീറ്റേ, ഒന്ന് വേഗം എണീറ്റേ. ദേ, വേഗം വാ, വേഗം വാ. നാശം പിടിക്കാൻ ഉറക്കേയില്ല വൃത്തികെട്ടവൻ. ഓ, ഇങ്ങനെ പിന്നെ കിടന്നോ? കുലീനങ്ങളൊന്ന് വേഗം എണീറ്റേ. ജീവട്ട് കൈ മുറിച്ചു. ദേ വളപ്പുകൊണ്ട് കൈ മുറിച്ചു. കർത്താവേ, കുമ്പസാരമൊക്കെ പിന്നെ ആക്കി വന്നേ. എന്തൊക്കെയാ ഇത്? എന്ത് വിവരക്കേടാ നീ കാണിക്കുന്നത്? ജീവ, ജീവ, എന്താ എന്താണ് ഇത്? ഇതൊരു തമാശ. ഒന്നുമില്ലെങ്കിൽ ഇവനൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല. കാണിച്ചു കൊടുക്കണം. എവിടെ നോക്കട്ടെ? അങ്കിളെന്താ പേടിക്കുന്നേ? ഞാൻ അന്നത്തെ പോലെ ഞരമ്പൂറിച്ച് ചാകുമൊന്നുമില്ല. എനിക്ക് ജീവിക്കണം. സമീരയുടെ ഒത്തിരി 100 കൊല്ലം പോരാ, അതിലൊക്കെ കൂടുതൽ. എന്നെ അടിക്ക് പകരം പോയാ. സമീര ഒഴിഞ്ഞു മാറുന്നതാണ് പ്രശ്നം. അത് ജീവേട്ടനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. എനിക്ക് പേടിയാണ് രാധാകൃഷ്ണ. ജീവന്റെ അടുത്ത് നിൽക്കുമ്പോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ സ്നേഹം. അതെന്നൊരു കാന്തം പോലെ വലിക്കുന്നുണ്ട്. ആ മുഖത്ത് നോക്കാൻ എനിക്ക് ധൈര്യമില്ല. ചിലപ്പോ ഞാനത് പെട്ടുപോകുന്ന പേടി. അങ്ങനെ സ്നേഹിക്കുന്ന ഒരാളില് ഒന്ന് പെട്ടുപോയാ അതൊരു വലിയ തെറ്റാണോ സമീര? മോഹനേട്ടനെ ഞാൻ വഞ്ചിക്കുന്നത് തെറ്റല്ലല്ലേ? എന്നെ ഞാൻ തന്നെ വഞ്ചിക്കുന്നത് തെറ്റല്ലല്ലേ? എല്ലാവർക്കും അവരവരുടെ കാര്യം. രാധാകൃഷ്ണന് സ്വന്തം പെങ്ങളായിരുന്നെങ്കിൽ ഇങ്ങനെ പറയൂ? പറയും. അത്ര പാവോ ജീവേട്ടൻ. ജീവേട്ടൻ എന്ത് സംഭവിച്ചാലും സമീരയ്ക്കെന്താ അല്ലേ? ഇല്ല, ഇനി ഇക്കാര്യം പറഞ്ഞ ഞാൻ വരില്ല. ജീവേട്ടനെ ഇന്ന് ഞാൻ തോൽപ്പിക്കും. ചെക്ക്. അയ്യോ, ജീവേണ്ട ക്യൂവിനെ ഞാൻ വിടുന്ന പ്രശ്നമില്ല.
പറ്റി ചേട്ടാ? എന്താ? എവിടെ അവൾ? എന്റെ സമീര എവിടെടാ? ജീവട്ടാ, എന്നെ വിട്. ദേ, കൊല്ലും ഞാൻ. അയ്യോ, ആരെങ്കിലും കൊല്ലും. ആരെങ്കിലും. എന്താ ഇവിടെ? എന്താ ഇത്? അല്ല, കവിയ കാര്യം. എടാ, ജീവ, 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 എന്താണ്? എന്താണ്? അറിയില്ല, ഞാൻ വന്നപ്പോ എന്റെ കൊങ്ങയ്ക്ക് പിടിച്ച് ഞെക്കി. നിനക്കറിയില്ലല്ലോ. കാണണ്ട എനിക്ക് തന്നെ. നിന്റെ മുഖം എനിക്ക് കാണണ്ട. ഇറക്കി പോ. എന്താ കാര്യം എന്ന് വെച്ചാ പറ. ഇറക്കി പോ. ഒന്ന് പോടാ. പോ. ജീവ, എന്താ ഉണ്ടായി? ചാരന അവൻ. ചാരൻ. അവൻ 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 അവളെ അവളെ ജീവ, ജീവ, എനിക്കറിയില്ല. എനിക്കറിയില്ല. എനിക്കറിയില്ല അങ്കിൾ. രാധാകൃഷ്ണ, നിന്നോട് ഇത്രയ്ക്ക് വിരോധം തോന്നാൻ പ്രത്യേകിച്ച് വല്ല കാരണം ഉണ്ടായോടാ? എനിക്കറിയില്ല. എന്റെ സ്വന്തം ഏട്ടനെ പോലെ സ്നേഹിച്ചുകൊണ്ടായിരിക്കും.